ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഒരാഴ്ചയായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് മെയിനായിട്ടുള്ള കാര്യം ഹെൽത്ത് ഒന്ന് ഓക്കെ ആവുന്നു, ഓക്കെ അല്ലാതാവുന്നു. ഈ ഒരു സ്റ്റേജ് നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ന് എനിക്ക് ബെറ്റർ ആയതുപോലെ തോന്നുന്നു. ഓക്കെ ആയിട്ടൊന്നുമില്ല, കാര്യം ഹോസ്പിറ്റലിൽ പോയി ഇത് വീണ്ടും ആൻറ്റിബയോട്ടിക്സ് റീസ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എന്നാലും ഇപ്പോൾ ഓക്കെ, എന്താ പറയുക, ബെറ്റർ ആണ് എന്നൊരു സ്റ്റേജാണ്. പിന്നെ ഒരു ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഈവനിങ് എന്താ പ്രത്യേകിച്ച് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് നോക്കാം. നമ്മളിന്ന് ഈവനിങ് പഠിച്ച് തുടങ്ങിയിരിക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന ബോട്ടണിയുടെ ചാപ്റ്ററിൻ്റെ ക്ലാസ് കണ്ടിട്ടാണ്. 2 ക്ലാസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫെയർ നോട്ടല്ല, ജസ്റ്റ് ഞാൻ ലെക്ചർ നോട്ടായിട്ട് പഠിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന ഷോർട്ട് നോട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ ഈ ക്ലാസ് കാണുന്ന വീഡിയോ എന്താ ഇൻക്ലൂഡ് ആക്കാത്തതെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും ക്ലാസ് കാണുന്നതും ഒരൊറ്റ ഫോണിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടെ എനിക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അതിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാത്തത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും ബോട്ടണി ഈവനിങ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇറ്റ്സ് ഇനഫ്. കാര്യം ഇനി കൂടുതൽ പഠിച്ച് ഇപ്പോൾ ഉള്ളതും കൂടെ പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അടുത്തുണ്ടായിരുന്ന ബോട്ടണി റെക്കോർഡ് വരയ്ക്കാനായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ബോട്ടണി റെക്കോർഡ് വരച്ചു. ഓൾറെഡി ഞാൻ മൈറ്റോസിസിൻ്റെ സ്റ്റേജ് വരെ ഉള്ളത് വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇതുവരെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഇത് വരച്ചു. പിന്നെ റൈസോപ്പസ് വരച്ചു. അഗാരിക്കസ് എന്നെക്കൊണ്ട് നടന്നില്ല. പിന്നെ ഞാൻ സ്പൈറോഗേറ വരച്ചു. സർഗ്യാസ് എന്നെക്കൊണ്ട് പറ്റില്ല. പിന്നെ ഞാൻ പ്രോട്ടോണിമ വരച്ചു. എനിക്കറിയാം ഈ പടമൊക്കെ എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുവിധമൊക്കെ അതുപോലെ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ നെക്സ്റ്റ് ഡ്യൂട്ടി. അത് നമ്മളിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ എടുക്കാത്ത എന്താണ് കാര്യം, ഇതിൻ്റെ PDF എൻ്റെ ഫോണിൽ തന്നെയാണ്. ഓക്കെ, ഇന്ന് പഠിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതൊക്കെ ഒരുവിധം തീർത്ത സ്ഥിതിക്ക് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നൊരു ബുക്ക് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇത് KR മീരയുടെ മീരാസാധു. ഇതല്ല ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 4-5 തവണ ഞാൻ വായിച്ചു കഴിഞ്ഞത്. എൻ്റെ ഫേവറേറ്റ് ബുക്ക്. ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് KR മീരയുടെ തന്നെ വേറൊരു ബുക്കാണ് കേട്ടോ. വായിച്ചത് വരെ എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ബാക്കിയും കൂടെ വായിക്കാമെന്ന് വെച്ചു. മൊത്തത്തിൽ ഈ ഒരു ബുക്കെന്ന് പറയുന്നത് 26 പാർട്ടായിട്ടാട്ടോ. ഞാനിപ്പോൾ 7th പാർട്ട് വരെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു രീതി വെച്ചിട്ട് ഞാൻ ഒരു 5-6 പേജ്, അതാണ് ഒരു ദിവസത്തെ മാക്സിമം. പിന്നെ ചില ദിവസം വായിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. വേറെ എങ്ങനെ വായിക്കാനും പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ ഞാനത് ഒരുപാട് വായിക്കാറുണ്ട്. ഓക്കെ, എന്തായാലും ഈ ഒരു ബുക്ക് ഇതുവരെ വായിച്ചത് വെച്ച് അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഒരുപാട് നമ്മളെ ചിന്തിപ്പിക്കുന്ന ലെവലിലുള്ളൊരു ബുക്കാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വായനയെ നമ്മളൊക്കെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങുന്നത് 3 മണിക്കാണ്. ഇപ്പോൾ 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 3.5 മണിക്കൂർ നമ്മൾ നല്ല എൻഗേജ്ഡ് ആയിട്ടിരുന്നു. എനിക്കറിയാം അത്ര പ്രൊഡക്റ്റീവ് ഒന്നുമല്ലായിരുന്നു. അതിപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം കൂടെ മിക്സ്ഡ് ആയതുകൊണ്ട് തന്നെയാണ്. പിന്നെ എന്താ പറയുക, ഇനി വേറെ ഒന്നുമില്ല. ഇനി ജസ്റ്റ് നാളത്തേക്ക് സ്കൂളിൽ പോകാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കണം. പിന്നെ നോട്ട്സ് കുറച്ചൊക്കെ കാണുമായിട്ടുള്ളൂ ഇന്നത്തത്, അതൊക്കെ ഒന്ന് എഴുതണം. പെയിൻറ്റിങ് നോട്ട്സ് വെക്കാതെ അതൊക്കെ ഒന്ന് എഴുതണം. പിന്നെ എന്തെങ്കിലും സിനിമ എല്ലാം കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.